ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യയ്ക്ക് വിളമ്പുന്ന പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ചെറുപയർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്, ചെറുപയർ വറുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ടും ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വറുത്തെടുക്കണം. പരിപ്പ് കഴുകുന്നതിന് മുൻപാണ് വറുക്കുന്നത്. കഴുകിയതിന് ശേഷമാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഞാനിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടാറാനായിട്ടൊന്ന് കുറച്ച് സമയം മാറ്റി വെക്കണം. കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. പരിപ്പ് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 1 മുതൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചതിന് ശേഷം ഞാനിവിടെ ഇതൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 പച്ചമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് വെള്ളം, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അധികം എരിവ് ഉണ്ടാവാത്തതാണ് നല്ലത്. അതുകൊണ്ട് 1 പച്ചമുളക് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഈ അരപ്പ് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരുപാട് ലൂസായിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് താളിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും 1-2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് വരുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരും. സദ്യയ്ക്ക് വിളമ്പുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ചൂട് ചോറിൽ പരിപ്പ് കറി ഒഴിച്ചിട്ട് നെയ്യും പപ്പടവും ചേർത്തിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.